വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2 ദിവസത്തെ സംഭവബഹുലമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്ളോഗാണ് ഈ വീഡിയോ. അപ്പോഴേ ഇന്ന് നമുക്ക് മാൽദീവ്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടാലോ. കാരണം എൻ്റെ 2-3ഓളം വരുന്ന ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് കുറേ ആയിട്ട് പറയുന്നു വ്ളോഗ് ചെയ്യുന്നു. നമ്മൾ യൂഷ്വലി എന്തെങ്കിലും ക്രാഫ്റ്റ് വീഡിയോസൊക്കെയാണ്, ഷോർട്സാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് അവധി ആയിരുന്നതുകൊണ്ടും നമ്മൾ ഇവിടുന്ന് വില്ലിങ്ങലി എന്ന് പറഞ്ഞ ഐലൻഡിലോട്ട് പോകാൻ പ്ലാൻ ഇട്ടതുകൊണ്ടും ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട്, അതായത് വ്ളോഗ് പോലെ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് കുറച്ച് നേരം ആകാശമൊക്കെ നോക്കി നിന്ന് പെട്ടെന്ന് തന്നെ റെഡിയായി ഫുഡൊക്കെ പാക്ക് ചെയ്ത് പോകാനായിട്ട് ഇറങ്ങി. റെഡി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വെള്ളത്തിലിറങ്ങാൻ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കുറേ അധികം സൺസ്ക്രീൻ വരിപ്പത്തി, അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ റെഡി ആകൽ. കാരണം നമ്മൾ വെള്ളത്തിലിറങ്ങാൻ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് റൂമിൽ നടക്കാനുണ്ട് ഫെറി ടെർമിനലിലോട്ട്. ഫെറി ടെർമിനലിൽ ചെന്നു. അവിടുന്ന് ഒരു 7 മിനിറ്റ്സ് യാത്ര നമ്മൾ വില്ലിങ്ങലി എത്താനായിട്ട്. വില്ലിങ്ങലി ഫെറി ടെർമിനൽ ഉള്ളത് എവിടെയാണെന്ന് അറിയാത്തവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. IGMH ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് ഈ ഫെറി ടെർമിനൽ ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 3.5 റുപ്പിയ എന്തോ ഉള്ളൂ. നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് ഫെറിക്ക് വേണ്ടി കാത്തിരിക്കുക. ഫെറി വരുന്നതുകൊണ്ട് കയറി പോവുക. അവർ 5 മിനിറ്റിൽ നമ്മളെ കൊണ്ടുവന്ന് വില്ലിങ്ങലി ഇറക്കും. ഈ വരുന്ന ഫെറിയിലാണ് നമ്മൾ വില്ലിങ്ങിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ഫെറിയിൽ കയറി സീറ്റൊക്കെ ഉറപ്പിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് കിടന്ന ഫെറി ഇവിടെ പോകാനായിട്ട് റെഡിയായി അത് പോകുന്നു. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടെർമിനൽ ആയതുകൊണ്ട് തന്നെ നിറയെ ഫെറീസും പിന്നെ സ്പീഡ് ബോട്ട്സും ഒക്കെ കാണാൻ പറ്റും. ഇങ്ങനെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ദിവസമായിരുന്നു. ഒരു 8 മണിക്ക് മുമ്പാണ് നമ്മൾ പോകുന്നത്. പക്ഷേ എന്നാലും ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ഇത് കണ്ടോ, കണ്ടെയ്നേഴ്സാണ് കൊണ്ടുപോകുന്നത്. ഷിപ്പിൽ കൊണ്ടുവരുന്ന കണ്ടെയ്നേഴ്സ് ഇങ്ങനെ അടുത്ത കരയിലോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഹരിശ്രീ അശോകൻ്റെ എൻട്രോ കാണിച്ചു തരാം. പഞ്ചാബി ഹൗസിലെ കണ്ടോ, മുതലാളി ജങ്ക ജഗ ജഗ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ അവർ പോകുന്നത്. എനിക്കങ്ങനെ പെട്ടെന്ന് തോന്നിയത്. ഇപ്പം നിങ്ങൾ നേരെ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ IGMH ഹോസ്പിറ്റൽ. മാൽദീവ്സിന് ഇന്ത്യ പണിത് കൊടുത്ത ഹോസ്പിറ്റലാണ് അത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ചു വില്ലിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ മാലയിൽ നിന്ന് വില്ലിങ്ങിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കായിട്ടാണ് നമ്മുടെ സബ്മറൈൻ കിടക്കുന്നത്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, 1-2 വർഷം മുന്നേ. അന്ന് 500 റുപ്പിയ എന്തോ ആയിരുന്നു ഒരാൾക്ക്. ഇപ്പം ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്കൊക്കെ പറ്റി എന്തായാലും ഒന്ന് പോയി നോക്കണം, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ വില്ലിങ്ങിലി ഐലൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. നോക്കി ഗൈസ്, എന്ത് നല്ല രസമാണ് വെള്ളം കാണാനെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വില്ലിങ്ങിലി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു നേരത്തെ, ഇപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറില്ല. വില്ലിങ്ങിലിയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിറയെ മരങ്ങളുണ്ട്, നല്ല പച്ചപ്പ് കാണാൻ പറ്റും, നല്ല കാറ്റുണ്ട്, ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള സാധനം എന്താണെന്ന് അറിയാം, ഇവിടുത്തെ ഒരു ബസ്സുണ്ട്. ഭയങ്കര ചെറുതാണ്, നല്ല കുഞ്ഞു മൂട്ട പോലെ ഇരിക്കും, പക്ഷെ ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ ഇപ്പം കാണിച്ചു തരാവേ നിങ്ങളെ അത്. ഇതാ വരുന്നു നമ്മുടെ ക്യൂട്ട് ബസ്. ഇതാണ് നല്ല രസമില്ല ഇത് കാണാൻ. ഭയങ്കര കുഞ്ഞതാണ്. കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാക്കത്തുള്ളൂ, കാരണം ആൾക്കാർ കുറവാണ് ഐലൻഡിൽ. മാത്രമല്ല ഉള്ളവർക്കെല്ലാം സ്കൂട്ടറുണ്ട്. അപ്പം പിന്നെ അധികം ആരും ബസ് ഉപയോഗിക്കാറില്ല. അങ്ങനെ നമ്മൾ ടെർമിനലിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ബീച്ചിലോട്ട് പോകാം. അപ്പം നമുക്ക് നേരിട്ട് ബീച്ചിലോട്ട് പോകാം, ഇങ്ങനെ റൗണ്ട് അടിച്ച് ബീച്ചിലോട്ട് പോകാവേ. അപ്പം നമ്മളിങ്ങനെ ചുമ്മാ ഒന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ആദ്യം കണ്ടു കഴിഞ്ഞിട്ട് പോയി ബീച്ചിൽ പോകാം. നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ വെള്ളത്തിൽ ഇറങ്ങണം, കളിക്കണം, തിരിച്ചു വരണം, അത്രേ ഉള്ളൂ. അപ്പം പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടോ കുറേ ആൾക്കാർ ഫിഷിങ് നടത്തുന്നുണ്ട്. ഇതുപോലെ മിക്കവാറും പരിവ ചൂണ്ടയിടും. അവർക്ക് നല്ലപോലെ മീനെ കിട്ടുകയും ചെയ്യും. പക്ഷെ കൂടുതലും ഈ റീഫ് ഫിഷൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അല്ലാത്ത മീനെ കിട്ടണമെങ്കിൽ അവർ കടലിലോട്ട് തന്നെ പോകണം. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടു എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. എനിക്കിവിടെ വരുന്നത് ഏറ്റവും ഇഷ്ടം ഈ ഒരു സീനറി കാണാൻ വേണ്ടിയാണ്. ഭയങ്കര രസമാണ്. ഈവനിങ് ഒക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല കാറ്റും തണുപ്പും ഒരു തണലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. നമ്മൾ നടന്ന് ബീച്ചിലെത്തിയേ. ബീച്ചിൽ വന്നപ്പോഴത്തേക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓർത്തിരുന്നത് ഇന്ന് രാവിലെ നമ്മൾ വന്നതല്ലേ, അധികം ആൾക്കാർ കാണത്തില്ലെന്ന്. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നിറയെ ആൾക്കാരായിരുന്നു. വലിയവരും കൊച്ചുങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേ. ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ
പിള്ളേരൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് ബീച്ചിലാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഷട്ടിൽ, ഫുട്ബോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഈ അവധി ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് രാവിലെ എല്ലാവരും കൂടെ വരും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ബാർബിക്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഈ ഐലൻഡ് ഫുള്ള് ഇതുപോലെ ഈ കൊച്ചു വില്ലേജിൽ കൊണ്ട് കുറേ പോസ്റ്റർ ചെയ്തിട്ട് അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുവേണ്ടി ഇത് നല്ല ക്ലീനാണ്. എപ്പോഴും ആൾക്കാർ വന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ ആണെങ്കിലും ഒന്നും അറിയാനില്ല, നല്ലപോലെ ക്ലീനാക്കി യൂസ് ചെയ്യുന്ന ഒരു ഐലൻഡാണിത്. അങ്ങനെ നമ്മൾ വന്ന് ഈ കാണുന്നത് മരത്തിൻ്റെ ചോട്ടിൽ നിറയെ വേരുണ്ടായിരുന്നത് കൊണ്ട് അവിടെ ഇരുന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നു. ഇതിൽ കൂടെ നമുക്ക് ചന്ദ്രനെ കാണാൻ നല്ല ഭംഗിയില്ലേ. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നൂഡിൽസും ദോശയും ചമ്മന്തി ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെയിലായി. എങ്ങനെ ഇറങ്ങുമെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് എസ്തെറ്റിക് 2-3 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പതിയെ അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. ഈ സൈഡിലെ ബീച്ചിലെ മണലല്ലേ കിടക്കുന്നത്, കുറേയധികം കോറൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ബീച്ചിൽ നടക്കുന്ന പോലെ അത്ര സുഖമായിട്ട് നടക്കാൻ ഒക്കത്തില്ല. ഞാൻ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പം ഈ വെയിലടിച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു വെള്ളം കാണാൻ. അപ്പോൾ എൻ്റെ ക്ലിപ്പൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് എസ്തെറ്റിക് പടമൊക്കെ പിടിച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള പരിപാടികളിലേക്ക് ഇറങ്ങി. ഞാനും ദർശനയും കൂടെ സെയിം ക്ലിപ്പൊക്കെ ആയിട്ടാണ് നിന്ന് വന്നത്. വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് എസ്തെറ്റിക് പരിപാടികളൊക്കെ കാണിച്ച് നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങി. ഞങ്ങൾക്ക് ആർക്കും നീന്താൻ അറിയത്തില്ല. ഞങ്ങളെന്നും വന്ന കാലം തൊട്ട് പറയുക നമ്മൾ ഈ പ്രാവശ്യം നീന്തൽ പഠിക്കുമെന്ന്. പക്ഷേ ഇതുവരെ നീന്തൽ പഠിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ആകെ അറിയുന്നത് ഫ്ലോട്ട് ചെയ്യാൻ. പക്ഷേ എന്നാലും ഞങ്ങളുടെ ചോയ്ക്ക് ഒരു കുറവില്ല. ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ചിലർ നീന്താൻ പഠിക്കുന്നവരൊക്കെ നീന്തി നോക്കും. പിന്നെ എന്നെ ദർശനെ പോലുള്ളവർ നീന്തൽ അറിയാത്തവർ ഞങ്ങൾ വെള്ളത്തിൽ കുനിഞ്ഞിരുന്ന് നടക്കും. കൈ മാത്രം ആക്ഷൻ കാണിക്കും, ഈ കാണുന്നത് പോലെ. അങ്ങനെ നമ്മൾ കുറേ അധികം സമയം വെള്ളത്തിൽ കിടന്നിട്ട് തിരിച്ചു പോകാനായിട്ട് റെഡിയായേ. നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ ചേഞ്ച് ചെയ്തൊന്നുമില്ല. നമ്മൾ കുറച്ചധികം സമയം കരയിലിരുന്ന് വെയിലത്തൊക്കെ നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ഡ്രൈ ആയ സമയത്ത് നമ്മൾ പോയിട്ട് ടെർമിനലിൽ പോയി ടിക്കറ്റ് എടുത്ത് ഒക്കെ നോക്കി നിന്ന് കുറച്ച് സമയം നമ്മൾ ചെന്ന് ഒരു 5 മിനിറ്റിനകം തന്നെ ഫെറി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന ആൾക്കാരെ എല്ലാം ഇറക്കി നമ്മൾ കയറാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് കയറി ഒരു 5 മിനിറ്റ് തിരിച്ച് നമ്മൾ മാലയിൽ പെട്ടെന്ന് തന്നെ എത്തി. പക്ഷേ ഈ വെയിലത്ത് കടന്ന് വെള്ളത്തിലും കൂടെ കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപ്പുവെള്ളമല്ലേ, എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നായിരുന്നു. എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാല എത്തിയതും വേഗം എല്ലാവരും റൂമിലോട്ട് നടന്നത്. നമുക്ക് അടുത്ത് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഈ വെയിലായതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ പിന്നെ ഭയങ്കര ടയേർഡാവുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും എനിക്കിഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആകാശമാണ്. എന്ത് ഭംഗിയാണെന്നറിയാമോ അത് കാണാൻ. ചില സമയത്ത് ഈ കാണുന്നത് പോലെ നല്ല നീല കളറായിരിക്കും. ചിലപ്പോൾ നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ മേഘങ്ങൾ നിറയെയുള്ള ആകാശമായിരിക്കും. ഏതായാലും സൂപ്പറാണ് ഇത് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഇത്രയും വേഗം അത്ര സ്പീഡിലാണ് നടന്നത്. റൂമിൽ ചെന്ന് ഞാൻ പെട്ടെന്ന് കുളിച്ചു. അന്ന് ഞാൻ ബിരിയാണി എന്തോ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു, കിടന്നങ്ങോട്ട് ഉറങ്ങി. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം ടയേർഡായിരുന്നു, അത്രയ്ക്ക് ടയേർഡായിരുന്നു. അതിനുശേഷം ഉറക്കം എണീറ്റെടുത്ത ഈ സംഭവം ഉണ്ടല്ലോ, ഇതെനിക്ക് ദർശനം വില്ലിങ്ങിലെന്ന് വെച്ച് മേടിച്ചു തന്നതാണ്. ഞാൻ മറന്നു ഇത് കാണിക്കാനായിട്ട്. അത് വെച്ചിട്ട് കുറേ നേരം ബബിളൊക്കെ വിട്ടിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് സന്ധ്യയായി, സൺസെറ്റ് നമ്മുടെ തൊട്ട് ബാക്കിലാണേ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ബീച്ചിൽ പോയിട്ട് സൺസെറ്റ് കാണാമെന്ന്. അങ്ങനെ ഞാൻ ഇറങ്ങി നടന്ന് സൺസെറ്റ് കാണാൻ ചെന്നപ്പം അവിടെ എന്നെപ്പോലെ കുറേ ആൾക്കാർ വന്നിരിപ്പുണ്ട് സൺസെറ്റ് കാണാനായിട്ട്. പിന്നെ അവിടെ തന്നെ കുറേ ആൾക്കാർ ഫിഷിംഗ് ഒക്കെ നടത്തുന്നുണ്ട്, ചൂണ്ടയൊക്കെ ഇട്ട് മീൻ പിടിക്കുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ അവിടെ അവരുടെ പണി നിൽക്കുന്നു, ഞാനിവിടെ നിന്ന് സൺസെറ്റ് കാണുന്നു. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ടിരുന്നപ്പം ബൂസ്റ്റ് കുടിക്കാനൊരാഗ്രഹം. അപ്പം ഞാൻ പെട്ടെന്ന് തിരിച്ച് റൂമിൽ വന്ന് ബൂസ്റ്റ് ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഈ കുറച്ച് നാൾ മുന്നേ തൊട്ട് ഞാൻ ക്രോഷേ ചെയ്യാനായിട്ട് പഠിക്കുന്നത് വെച്ചാൽ ഓൺലൈൻ യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം അത് പഠിക്കണമെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ കുറേ അധികം സമയം അവധിയുള്ള സമയത്ത് നൈറ്റ് കുറേ അധികം സമയം ഇരുന്ന് ചെയ്ത് പഠിക്കാറുണ്ട്. ഈ ഒരു ദിവസം കൂടാതെ നമുക്ക്
ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെയും കൂടെ കുറച്ച് ഭാഗം ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്രോഷ്യ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലാപ്പൊക്കെ ഓഫ് ചെയ്ത് വെച്ച് കുറച്ച് നേരം എന്നിട്ട് ബബിളൊക്കെ വെച്ച് കളിച്ചിട്ട് കിടന്നു ഉറങ്ങി. ഇന്ന് നമുക്ക് വേറൊരു പരിപാടിക്ക് പോകാനായിട്ട് ഒരുങ്ങാമേ. ഞാൻ വെറും സിമ്പിളായിട്ടുള്ളൊരു ബ്ലാക്ക് ടോപ്പും വൈറ്റ് ലെഗിനുമായിട്ടിരുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായി ഇറങ്ങി. മാലയിൽ നിന്ന് ഹുളുമാലയിലോട്ട് ബസ്സുണ്ടായിരുന്നു ഈ പ്രോഗ്രാമിന് പോകുന്നവർക്ക് വേണ്ടി, സ്പെഷ്യൽ ബസ്. അപ്പം നമ്മളതിന് കയറി ബ്രിഡ്ജിൽ കൂടെ ഹുളുമാലയിലോട്ട് പോകാമേ. അപ്പം നിങ്ങളിതൊക്കെ കണ്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും എന്ന് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ. കണ്ടോ, ഇതാണ് നമ്മുടെ മാലി എയർപോർട്ട്. ഫ്ലൈറ്റൊക്കെ അടുക്കിയിട്ടേക്കുന്നത് കണ്ടു ഗൈസ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ചെന്നു. നമ്മൾ ചെന്ന സമയത്ത് ഒരു 5-5:30 ആയി ചെന്നപ്പോൾ. അന്നേരം അവിടെ മറ്റേ മൈക്ക് ടെസ്റ്റിംഗ് ഒക്കെ നടക്കുമായിരുന്നു, സൗണ്ട് ചെക്ക്. നമ്മളതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ കയറുന്നപ്പോഴത്തേക്ക് സൺസെറ്റായി. നല്ല കിടിലൻ സൺസെറ്റ് കണ്ട് ഗൈസ്. അവിടുന്ന് സൂപ്പറായിരുന്നു. എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺസെറ്റ്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങി. കേരളീയം പരിപാടിയായിരുന്നതുകൊണ്ട് കേരളത്തിലെ തിരുവാതിര ഉണ്ടായിരുന്നു. ഇതിനുശേഷം നിറയെ പരിപാടികളുണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളി ഫണ്ണായിട്ടുള്ള പരിപാടികളായിരുന്നേ. പിന്നെ കുറേ കുട്ടികളുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഡാൻസ് പഠിക്കുന്ന പിള്ളേരല്ല, അത് കുഞ്ഞു പിള്ളേരുടെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ ഒരു മ്യൂസീഷ്യനും കുറച്ച് മാലദ്വീപ് മ്യൂസീഷ്യൻസും കൂടെ എന്തോ ഒരു കൊളാബ് പോലെ ഒരു സോങ് അടിപൊളിയായിരുന്നു കേൾക്കാൻ. അതിനുശേഷം ഉണ്ടായിരുന്നത് ലക്ഷ്മി ജയൻ്റെ പ്രോഗ്രാമായിരുന്നു. അത് കിഡിലുണ്ടായിരുന്നു. ഒരു ഭയങ്കര വൈബ്, അടിപൊളിയായിരുന്നു. അതിനിടയ്ക്ക് പോയിട്ട് ഇവിടെ നല്ല ഒന്നാന്തരം നല്ല കേരള സദ്യ ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കഴിച്ച് തിരിച്ച് വന്ന് കുറച്ച് സമയം കൂടെ ഒക്കെ ഇരുന്ന് അപ്പോഴത്തേക്ക് എനിക്ക് മടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും ലൈറ്റ് സൗണ്ടും ഒക്കെ കാണുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല, ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു, തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. എത്ര പെട്ടെന്ന് റൂമിൽ പോകണമെന്ന് ഒരൊറ്റ വിചാരവേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴായിരുന്നു ഫസ്റ്റ് ബസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ബസ്സിൽ കയറി പെട്ടെന്ന് വീട്ടിൽ വന്നു. അന്നേരം തന്നെ കിടന്നുറങ്ങി. അതുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളത് എന്നോട് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച് ഗൈസ്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. അപ്പോൾ താങ്ക് യു, ബൈ.